നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും കാണും. അതിന് നിങ്ങൾ തന്നെ പരിഹാരം കാണണം. ഇന്നിവിടെ വന്നത് നിനക്കും ആദരിക്കും വിവാഹത്തിന് വേണ്ട ഡ്രസ്സുകൾ വാങ്ങാന്. സന്ധ്യയും അബ്ദുൽ ഖാദറും ഒന്ന് കോൾ ചെയ്ത് പറയേണ്ട സമയം മാത്രമേ നിങ്ങളുടെ വിവാഹത്തിനുള്ളൂ. ഇന്നെങ്കിൽ ഇന്ന്, നാളെങ്കിൽ നാളെ. പിണങ്ങിയിരിക്കുന്ന രണ്ടുപേർ എങ്ങനെയാടാ വിവാഹം കഴിക്കുന്നത്? എനിക്ക് പിണക്കൊന്നുമില്ല സച്ചേട്ടാ. ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് കുറച്ച് തന്റെ അടുത്തിന് കുറവുണ്ട്. അതോർക്കുമ്പോഴുള്ള ദേഷ്യം എനിക്ക്. അത് തന്റെ അടുത്തിന് കുറവല്ലാതിരെ ഓരോ അവസ്ഥയാണ്. ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതിപ്പോഴങ്ങ് മാറ്റിയേക്ക്. എന്നിട്ട് വിവാഹത്തിന് തയ്യാറാവണം നിങ്ങൾ രണ്ടുപേരും. അവിടെ നിൽക്കുക. എവിടെയും പോലും ഇവിടെ തന്നെ ഉണ്ടാവണം. സച്ചി, സച്ചി എന്താ ഇവിടെ? ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണോ? അതെ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. അർച്ചന വന്നില്ലേ? അർച്ചന സച്ചേട്ടാ പോവാം. ഏട്ടത്തിയോ? നാളെ സച്ചേന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അവിടെ പോയി ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? സച്ചേന്റെ ഫ്രണ്ട്സിനൊക്കെ അവന്റെ അടുത്തേക്ക് അറിയോ? അതില്ല, കൊറേ പേരെയൊക്കെ അറിയാം. എന്നാ എടുത്തേക്ക് അറിയാൻ വഴിയില്ലാത്തൊരു ഫ്രണ്ടിന്റെ വിവാഹം. ഞാനും കൂടി ചെല്ലണമെന്ന് സച്ചേട്ടനൊരു വാശി. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു. എടുത്ത് എന്താ ഇവിടെ? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാ. അപ്പോ നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ. വാ സച്ചേട്ടാ. അർച്ചന, അവരെവിടെ? അവിടെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. സച്ചേട്ടൻ വാ. നാളെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ?
ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടായാലും നമ്മൾ അതിനെ മാറ്റും. നീയും ആതിരയും കാത്തിരുന്ന ദിവസം നാളെ തന്നെയാണ്. ഇനി ആര് വിചാരിച്ചാലും അതിനെ തടസ്സപ്പെടുത്താനും ആവില്ല. ഏട്ടത്തിയുടെ ഉറപ്പ് മതി. ഇതറിഞ്ഞപ്പോൾ മുതൽ കൂടെ നിന്നതിനും ഞങ്ങൾ ഇത്രമേൽ സഹായിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹം അത്രയ്ക്ക് ആഴത്തിലുണ്ടായതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത്. ഇപ്പോ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഇത് നടക്കും. പിന്നെ ഇതിനിപ്പോ ഞാനൊരു കാരണമാവുന്നേ ഉള്ളൂ. സന്ദീപിനെ ആതിരെ ഒരുമിപ്പിക്കാനുള്ളത് എന്റെ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കാം. അത് ഞാൻ ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടെയാ ആതിര നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നാളെ ഒരു സമയം ഒരു കാരണം കൊണ്ടും നീ അവളെ ഒറ്റപ്പെടുത്തരുത്. അങ്ങനെ വന്നാ ഇത് നമ്മുടെ ഇഷ്ടത്തിന് നടത്തുന്നതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലെന്ന് വരും. ഇല്ല ഏട്ടത്തി, നല്ലപോലെ ആലോചിച്ച ഞാൻ ആതിരെ സ്നേഹിച്ചതും ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്നതും. എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ ആതിരയോടൊപ്പം ഉണ്ടാവും. അവളുടെ പ്രതീക്ഷകൾക്ക് ഒരിക്കലും അങ്ങനെ ഏൽക്കില്ല. ഇതെന്റെ വാക്കാണ്. ഏട്ടാ, അതിന് നാളെ രാവിലെയാണ് രജിസ്റ്റർ മാരേജ്. ഇത് എത്രയും വേഗം നടത്തണം നമുക്ക്. നാളെ രാവിലെ 9 മണി കഴിയുമ്പോൾ ആതിര വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അവിടെ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. വീടിന്റെ കുറച്ചപ്പുറത്തായി ഡോക്ടർ സന്ധ്യയും അബ്ദുൽ ഖാദറും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരോടൊപ്പം താൻ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നാൽ മതി. ആതിര ഓക്കെ അല്ലേ? വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാണ് സച്ചേട്ടാ. ഞാൻ രാവിലെ എത്തിക്കോളാം. നാളെ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും. അതാ രാവിലെ അർച്ചനോടെ ഒന്ന് വിളിക്കും. പിന്നെ ഒരു കാരണവശാലും ഇത് വേറെ ആരും അറിയരുത്. എങ്കിൽ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മയും അച്ഛനെയും ഒക്കെ നാണം കെടുത്തിയിട്ട് ആതിര എങ്ങും പോവില്ല. വിശ്വാസമില്ലാത്തോണ്ടല്ല മോളെ. ഈ കാലത്ത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാ. അതൊന്നും നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് നീ ഒരു അമ്മയാവണം. കുറെ നാളായിട്ട് നിന്നെ സന്തോഷത്തോടെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിന്റെ വിഷമത്തെക്കാൾ ഇരട്ടിയാണ് ഞങ്ങളുടെ വിഷമം. അവന്റെ വീട്ടുകാരുടെ അനുവാദമൊന്നും അവൻ വാങ്ങണമെന്നില്ല. എന്നോട് വന്ന് പറയേണ്ടതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടത്തി തന്നേനെ നിങ്ങളുടെ വിവാഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.